यहाँ क्यों रुक कर दिया? जाओ, रास्ता से निकल जाओ. എന്താ മേള് പറയുന്നേ? വണ്ടി മാറ്റാൻ. മുസ്തഫ കുറച്ച് മാറ്റി പാർക്ക് ചെയ്യേ. जी साहब अभी जाती हूँ. जा जा जा. താങ്ക് യു. ബൈ. ഭാഗ്യം, മരണങ്ങൾ പോവാൻ തോന്നുന്നു. रुक रुक. कहाँ जा रहे? इधर रुको. ഇവിടെ നിർത്താൻ. പോന്നില്ലേ? പണിയായോ? എന്തിനാ വണ്ടി ഇവിടെ നിർത്തിയേ? നമുക്ക് പൊയ്ക്കൂടെ? അതല്ലടി, നമ്മൾ ബുദ്ധിശാലികളാണെന്നുള്ളതൊക്കെ ശരി. പക്ഷേ നമ്മളെക്കാൾ ബുദ്ധിശാലികൾ ഉണ്ടാവും ഈ ലോകത്ത്. മനസ്സിലായില്ല. അവൻ ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് അവൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ നമുക്ക്. ഇന്നലെ ഫോൺ ചെയ്തപ്പോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇന്നിപ്പോ നമ്മളെ അവന്റെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള മുട്ടിനായും കൂടി കേട്ടപ്പോ ആകെ കൂടെ ഒരു സംശയം പോലെ. നമുക്ക് ഒന്നോടൊന്ന് ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് പോരെ അന്തിമമായിട്ടൊരു തീരുമാനത്തിലെത്തുന്നത്. അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട, നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. क्या? എന്ന് പറഞ്ഞാൽ अभी तुम्हें क्या? ഒരു സലാം സർ. जी सलाम. മുതലാളി തന്നെയമ്മേ, സലാമൊക്കെ കൊടുക്കുന്നുണ്ട്. अभी क्या? मुझे रामचंद्रन सर को मिलना है. रामेंद्र साहब को मिलना? आपको अपॉइंटमेंट है क्या? അവന്റെ അപ്പന്റെ ഓയിൽമെന്റ്. क्या बोला? कुछ नहीं बोला. मुझे मिलना ससुरी है. അവര് തമ്മിൽ എന്തോ തർക്കമാണല്ലോ. കൃത്യമായിട്ട് ജോലി ചെയ്യാത്തതിന് ചിലപ്പോ വഴക്ക് പറയായിരിക്കും അമ്മേ. ഓ, നമ്മളോട് മോശമായിട്ട് പെരുമാറിയനായിരിക്കും. കണ്ടില്ലേ, രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറിന് നേരെയൊക്കെ നോക്കുന്നുണ്ട്. അത് ശരിയാ. नहीं नहीं नहीं, तू यहाँ रुकने को कोई फायदा नहीं. तू जा, यहाँ से निकल जा. എന്റെ ശിവനെ, ഞാൻ ഹിന്ദി പ്രാന്തനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ആ മാരണങ്ങളാണെങ്കിൽ പോകുന്നില്ല. चमन भाई. जी साहब. वो प्लम्बर अभी तक आया नहीं है. വീട്ടിൽ ഒരു തുള്ളി വെള്ളമില്ല. जी साहब, अभी तक आया नहीं साहब. मैं एक बार फिर फोन करवाता हूँ साहब. तू जा. അല്ല, मुझे बेहद काम बाकी है. जा जा. പ്ലംബർ പ്ലംബർ भाई साहब. प्लम्बर. प्लम्बर? हाँ. कहाँ? यहाँ मैं प्लम्बर हूँ. मगर ये कपड़ा कपड़ा पार्ट टाइम प्लम्बर, पार्ट टाइम स्टेज आर्टिस्ट. ओ ऐसा है. पहले क्यों नहीं बोला? आप आइए 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 आइए. चल. അയ്യോ രക്ഷോട്ട്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായല്ലോ. വിശ്വാസമായി. മുസ്തഫ വണ്ടി എടുത്തോ. പ്ലംബർ. പ്ലംബറാ? ആടാ പ്ലംബർ. പറയുമ്പോൾ ഞാനല്ല പ്ലംബർ. ആയേ. ഓ ജൽദി. കയറ്റം കുറച്ച് കൂടുതലാണല്ലോ ഇവിടെ. ഈ അമ്മയ്ക്കല്ലേലും എപ്പോഴും എല്ലാവരെയും സംശയം. സംശയം മാറ്റിയത് എന്തായാലും നന്നായില്ലേ? എനിക്കറിയായിരുന്നു എന്റെ ജഗദീപേട്ടൻ നുണയനൊന്നും അല്ലാന്ന്. ജഗദീപ് ഏട്ടനോ? ഞാനതങ്ങോട്ട് മനസ്സിലുറപ്പിച്ചമ്മേ. നന്നായി. ഇപ്പോഴാ നീ സരളയുടെ മോളായത്. ഇങ്ങനെ
പ്രായോഗിക ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരായിരിക്കണം പെണ്ണുങ്ങള്. നമ്മുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും ഇണങ്ങുന്നത് ജഗദീപ് കുമാർ തന്നെയാ മോളെ. ഇത് എവിടെ പിടിക്കാൻ നിൽക്കും? ഇവിടെ ഒത്തിട്ട് നിൽക്കും. ജാമാണ്. ഇത് ഞാനിപ്പോ എന്തിനു ചെയ്യായി? എന്തെങ്കിലും ചെയ്യാം. എങ്ങനെ തിരിച്ചാലും വെള്ളം നിൽക്കുന്നില്ല ഇതിനകത്ത്. പ്ലംബർ क्या तू प्लम्बर है? मैं प्लम्बर हूँ. तो ये कौन है? यार പ്ലംബറാ? നീ പ്ലംബർ ആണെങ്കിൽ എവൻ ആരാണ്? നീ പ്ലംബർ ആണെങ്കിൽ എവൻ ആരാണെന്ന് ഇതല്ലേ ഇപ്പൊ പറഞ്ഞുതരാമേ. ഏയ്, ഏയ്, ചോർ, ചോർ. ഏയ്, ചോർ, ചോർ, പക്കടോ, പക്കടോ. ജഗദീപേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ നല്ല ഒന്നാം തരം തറവാടിയും ധൈര്യശാലിയാണെന്ന്. എന്നെ വെറുതെ ഓടിക്കരുത്. എനിക്ക് ബിപിയുടെ കുഴപ്പമുള്ളതാണ്. ഇറക്കം ഇറങ്ങിയിട്ട് തീരുന്നില്ല. എന്താ പ്രശ്നം? അവിടെ അവനെ ചോറോ പക്കാവിടെ ഒന്ന് വേണമെന്ന്. അങ്ങോട്ട് പോലെ പിടിച്ച് നിന്ന് കളയും. ചോർ, ചോർ, പക്കടോ, പക്കടോ. നിക്കില്ലേ, ഓടിക്കോടാ. ചോർ, ചോർ. ഓടിക്കോ. ഏയ്, പക്കടോ, പക്കടോ. ഓടിക്കോ. ഏ, ചോർ, ചോർ. അതുവഴി ഓടിക്കോ. पकड़ो, पकड़ो, पकड़ो. ए, रुको ना. ए, चोर, चोर. अरे ये क्या हुआ? चोर अपने परिवार के साथ चोरी करने आया. कालन അവന്റെ കുടുംബത്തോടൊപ്പം മോഷിക്കാൻ വന്നിരിക്കുന്നു. कोई बात नहीं. हाँ, एक दिन जरूर मेरा हाथ में मिल जाएगी. ഒരു ദിവസം എന്റെ കൈ കിട്ടും. എന്താ പാമേ, ഉറക്കം വരുന്നില്ലേ? കാലിന് വല്ലാത്ത കടച്ചില് രാഘവേട്ട. അല്ല, ഡോക്ടർ എന്ന മരുന്ന് കഴിക്കുന്നില്ലേ നീ? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല രാഘവേട്ട. ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതൊക്കെ പതിവാ. എന്താ രാഘവേട്ട ചിരിച്ചത്? ഏയ് ഒന്നുമില്ല, എന്റെ ഒരു ഗതിയോർത്ത് ചിരിച്ചു പോയതാ. ഭാര്യയ്ക്കൊരു കാലുകടച്ചിൽ വരുമ്പോ ഒന്ന് തടയി കൊടുക്കാൻ പോലും ആവതില്ലാത്ത ഭർത്താവായി പോയല്ലോ എന്ന് ഓർക്കുമായിരുന്നു ഞാൻ. ഒരു പ്രായം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ അങ്ങനെയല്ലേ പ്രകടിപ്പിക്കുന്നത്? എന്നെ കൊണ്ട് അതിനും കഴിവില്ലാതെയായി. സാരമില്ല രാഘവേട്ട, അതൊക്കെ പുറമേക്കുള്ള പ്രകടനമല്ലേ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉള്ളിൽ സ്നേഹമില്ലെങ്കിലോ? രാഘവേട്ടന്റെ ഉള്ളിൽ സ്നേഹം ആവോളം ഉണ്ടെന്ന് എനിക്കറിയാം. അതാ എന്നെ പിടിച്ചു നിർത്തുന്നത്. രാഘവേട്ടനൊഴികെ ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങളിലൊക്കെ എന്തിനാ കടുംപിടുത്തെന്ന്, എന്തിനാ വാശി കാട്ടുന്നതെന്ന് ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ സത്യഭാമ മോശടെത്തി, ദുർവാശിക്കാരി. ഒരു കുടുംബം നേരെ നടത്തണമെങ്കിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പറ്റില്ലാന്ന് ചിലപ്പോ എന്റെ പ്രായത്തുമ്പോ അവർക്കും മനസ്സിലാവുമായിരിക്കും. അല്ല പാമേ, നല്ല പ്രയാസമുണ്ടോ? സാരമില്ല രാഘവേട്ട. ഞാൻ പങ്കത്തിന് വിളിക്കട്ടെ? വേണ്ട, അവൾ ഉറങ്ങിക്കാണും. ശല്യപ്പെടുത്തണ്ട. മോളെ,
പങ്കജം, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ രാഘവേട്ട, ഏ? എനിക്കിപ്പോ തോന്നുന്നതേ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവൾക്കാണെന്ന്. മറ്റുള്ളവർക്കെല്ലാം ഓരോരോ കാര്യലാഭമുണ്ട് എന്നെ കൊണ്ട്. ഇവൾക്കെന്താ നമ്മളോട് രക്തബന്ധമില്ല. ഈ വീടുമായിട്ട് അടുപ്പമുണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താ. കൊടുക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്താ പോരെ. അതിനു പുറമെ എന്റെ ഓരോ കാര്യവും നോക്കി അതാത് സമയത്ത് ചെയ്യും. ആ, അത് പറഞ്ഞപ്പോഴാ, നിനക്ക് ഈ മാസത്തെ ശമ്പളം. നീയോ? നിന്നോട് ആര് പറഞ്ഞു എന്റെ കാല് തടവാൻ? സത്യമേ, ഞാനത് പങ്കുചോണെന്നല്ലേ ഞാൻ കരുതിയത്. ഭാമേ, ഇവള് കാല് കളയുന്ന വെച്ചെന്താ? നമ്മളുടെ മകളുടെ സ്ഥാനമല്ലേ അവൾക്ക്? ഈ കാല് തടവൽ ആത്മാർത്ഥമായിട്ടാണെന്നാണോ രാഘവേട്ടൻ കരുതിയിരിക്കുന്നത്? ഭാമേ, ദേ, കാല് തടവിട്ടും ചെരുപ്പ് തുടച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കണം എന്ന് പറഞ്ഞാൽ നന്നാക്കിയിരിക്കണം. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ. ഒരേ ഒരാഴ്ച മാത്രം നിനക്ക് സമയം തരാം. അതിനൊരു മാറ്റമില്ല. സത്യമേ, അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. കടക്കടി പുറത്ത്. ഭാമേ, സത്യമേ, ഞാൻ നിന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്. ഭാമേ, അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള്. ഇത് തന്നെയാ രാഘവേട്ട പറഞ്ഞത്. ഒരു കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ചെയ്യുന്നതിന്റെയൊക്കെ അർത്ഥം പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും. ഭാമേ, വാ. ഓ, ഭാമയില്ലേ മോളെ? ആ, ഇതാണ് രോഹിത് കിട്ടിയ പെണ്ണ്. ആ, കൊടി കെട്ടിയ അഹങ്കാരി തന്നെ. അവള് സത്യഭാമയെ വിളിക്കുന്നുണ്ടോ നോക്കിയേ. ഇല്ലെങ്കിൽ നമ്മളോട് ഇരിക്കാൻ ഒരു വാക്കെങ്കിലും പറയാലോ. ഭാമേ, ഭാമേ. ഇതാര്, മാലതിയോ? എന്താ നീ വന്ന കാലത്ത് തന്നെ നിന്നത്? ശ്യാമേ, ശ്യാമേ, പുറത്ത് നാള് വന്നിരിക്കുന്ന കണ്ടില്ലേ? കണ്ടു. പോയി ചായ എടുത്തോണ്ട് വാ. ആ ഗെയിം തോറ്റു. ശ്യാമേ, ചെല്ലേ. ഇരിക്കണം മാലതി. പെണ്ണിന്റെ ഒരെല്ലു കൂടുതലാണല്ലോ ഭാമേ. കുഞ്ഞില്ലേ അവളെ? ഒരു കുഞ്ഞുണ്ടാവാൻ പ്രായമായി, അപ്പോഴും കുഞ്ഞ്. നിങ്ങൾ ഇരിക്കുന്നേ. അല്ല, എന്താ മാലതി വിശേഷം? എന്റെ മോൻ ബിനീഷിന്റെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാ ശനിയാഴ്ച. ആദ്യത്തെ ക്ഷണം നിനക്ക്. ആ
എടോ ഞാനിപ്പോ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. ആ അപ്പൊ സെൻഡ് ചെയ്യാം. ആ എന്തായാലും നേരിട്ട് കാണണ്ടല്ലോ. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ആ എന്താ ശ്യാമേ? എന്താ? കുറെ ശല്യങ്ങൾ വലിഞ്ഞു കയറി വന്നിരിക്കുക. അവർക്ക് ഞാനിപ്പോ ചായയും കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കണോന്ന്. ഒരു ചായയുടെ കേസല്ലേ, അത് ഇട്ടെടുത്ത പോരെ? എനിക്കിപ്പോ മനസ്സില്ല. ഞാൻ ആ ഗെയിമിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയതാ. ഞാൻ ജയിക്കേണ്ടതായിരുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള ഗെയിമാണെന്നറിയോ? അവര് കാരണമാണ് ഞാൻ തോറ്റത്. അതെ, ഗെയിം കളിച്ചോ, കുറച്ച് നീങ്ങി നിന്നിട്ട് കളിക്കാവോ? അല്ല ഈ പാല് ശ്യാമ ശ്യാമ ഈ പഞ്ചസാര നട്ടു, എനിക്കൊരു കോള് വന്നു. ആ ഹലോ, നിങ്ങൾ രോഹിത്തിനെ വിളിച്ചാ മതി. ശ്യാമ 3 സ്പൂൺ. ഞാനങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ലേ, അതുവരെ അയാൾ വെയിറ്റ് ചെയ്യട്ടെ. ആ ഓക്കെ ഓക്കെ. പഞ്ചസാര കേട്ടോ? ആ ശ്യാമ, അവരെത്ര പേരാ? എത്ര പേരാ? 3. ആ എന്നാ
ശ്യാമേ ദേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി കൊടുത്തോ കേട്ടോ. കേട്ടാ. ആ ആ ഹലോ. ആ